വിദ്യാഭ്യാസം ഒന്നുമില്ല, നാലും തടി ഇളകാതെ 10 പൈസ കിട്ടാൻ എന്താ? അങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വ്യാപകമായ ആളുകൾ എത്തിയത്. അവർക്ക് നാവുണ്ടായാൽ മതി. അതൊരു പാടില്ലാത്ത ജോലി എന്ന് നിനക്ക് പറയല്ല ഞാൻ, നമ്മളെ കേരളീയയുടെ മൊത്തം സ്വഭാവം പറയാം. അതുകൊണ്ട് തന്നെ മെയ്യ് അനങ്ങേണ്ട പണിയെടുക്കാൻ വേണ്ടി 33 ലക്ഷം അന്യ സംസ്ഥാന അല്ലെങ്കിൽ അതിഥി സംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മളിപ്പോൾ ഇറക്കിയത്. നിങ്ങൾ ആലോചിച്ചു, അവരാ രാവിലെ വാർപ്പിന്റെ പണിക്ക് പോണത്, കല്ലെടുത്താൻ പോണത്, തടി ഇളകേണ്ട എല്ലാ പണിക്കും അവര്. നമ്മൾ മലയാളികളോ, നമ്മളിങ്ങനെ കുറുക്കോയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കാണ്, തൊള്ളിട്ട് ഇങ്ങനെ ഇരിക്കുക നമ്മൾ. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിതശൈലി രോഗങ്ങളാകുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സംസ്ഥാനം നമ്മളെ കേരളമാണ്. തടി ഇളകണില്ല, വ്യായാമമില്ല എന്നുള്ളതാണ്. അപ്പൊ വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. വ്യായാമത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സുബഹിന്റെ നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ റോഡുമൂടെ നടക്കല, അത് അതിന്റെ ശരിയായ രീതി. അത് സായിപ്പന്മാരൊക്കെ വേറെ ഒന്നുമില്ലാത്തോല്, ഒരു പണിയില്ലാത്തോല് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. നമ്മൾ അത് കണ്ടിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെയും കൂട്ടി ഇങ്ങനെ ഇറങ്ങണ്ട. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കറുത്ത പറത്തിയിട്ട് രാവിലെ റോട്ടുമ്മൽ ഇറങ്ങിയ വണ്ടി എട്ടണ വിവരം അറിയില്ല. കാരണം ഈ രാവിലെ ഡ്രൈവർമാരൊക്കെ കരുതെന്താ ആരും ഉണ്ടാവില്ല അല്ലേ, അങ്ങനെ വിചാരിച്ച് കുറച്ച് സ്പീഡ് കൂട്ടും. പിന്നെ ഈ കറുത്ത പർദ്ദ മാത്രം ഇട്ടാൽ പെട്ടെന്ന് ഇത് കാണൂല. എന്തെങ്കിലും ഒരു വെള്ളം മേൽവിടണമെന്നല്ലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇങ്ങനെ വാർത്തകൾ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്, സവാരിക്കിറങ്ങിയ ആൾ വണ്ടി എട്ടി വെച്ച് അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ അതല്ല ശരിയായ വ്യായാമം. ശരിയായ വ്യായാമം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിസ്കാരം തന്നെ നമ്മൾ മര്യാദ നിസ്കരിക്കുകയാണെങ്കിൽ വേറൊരു വ്യായാമത്തിന് പോകേണ്ട ആവശ്യമില്ല. നിസ്കാരത്തോളം നല്ലൊരു വ്യായാമം വേറെ ഇല്ല എന്നാ ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഒരു മുസ്ലിം നിസ്കരിക്കണമെന്ന് നിരീക്ഷിച്ചു. 4 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അത്തഹിയാത്തിൽ ഇരുന്നപ്പോഴേക്ക് അയാൾ വിധി പറഞ്ഞുപോയി. പിന്നെ പ്രധാനപ്പെട്ട 2 നരമ്പൊഴിച്ച് ബാക്കി എല്ലാ നരമ്പും കെണിപ്പുകളും ഇളകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അയാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, അല്ല അതും ഇളകിയായിരുന്നു, ഇനി ബാക്കിയൊന്നുമില്ല. ഇതാണ് നിസ്കാരം. അള്ളാന്റെ റസൂൽ പറഞ്ഞ നിസ്കാരം ആരോഗ്യത്തിനുള്ള എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. നോമ്പിന്റെ മാതിരി തന്നെ 5 കാര്യങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ശരീരത്തിന്റെ രോഗങ്ങളെ അകറ്റുന്ന മരുന്നാണ് തഹജ്ജുദ് നിസ്കാരം. അതെങ്ങനെയാണ്? ഒന്ന് തന്നെ ഈ കെണിപ്പ് വേദന, ചിലപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ അധികാളും രോഗം എന്താ? നടുപ്പുറ വേദന, മുട്ടുവേദന. ഇത് പറയാത്ത ആൾക്കാരുമില്ല. മുട്ടുവേദനക്ക് ഇവിടെ കുറെ കാണിച്ചു നോക്കി, പിന്നെ അവിടെ കുറെ കാണിച്ചു നോക്കി, ഇപ്പം മറ്റേ മുക്കിടിയാ കഴിക്കണ്, ഇപ്പൊ ഈ മരുന്നാ കുടിക്കണ്, ഇങ്ങനെ പറയുന്ന ആൾക്കാർ. ഇതെന്തുകൊണ്ടാന്ന് നിങ്ങൾ ഓരോ അവയവം അല്ലാഹ് തന്നാൽ അതിന്റെ പാകത്തിന് അത് ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം മിക്ക ആളുകളും മുട്ട് വളക്കണില്ല. നമ്മളിപ്പോ ഈ പള്ളി കൂത്തിരിക്കണമല്ലോ, നമ്മളെ പെണ്ണുങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ ഇരിക്കണില്ലല്ലോ വല്ലാതെ. പണ്ടൊക്കെ പത്തിരി വരുത്താൻ പത്തിരി പാലല്ലേ ഉണ്ടാകുക, അത് തന്നെ മതി നല്ലൊരു എക്സസൈസ്. മുട്ടുംകാലും ഊരിയൊക്കെ നന്നായി വളയും. പിന്നെ അടുപ്പ് ഇരുന്നിട്ടായിരുന്നു, അമ്മി നിലത്തായിരുന്നു. അന്നൊക്കെ നല്ല വ്യായാമമാണ്. ഇന്നിപ്പോ അമ്മിയില്ല, ഒരലില്ല, ഒലക്കല്ല, ഒക്കെ കുത്തനങ്ങനെ ഒലക്ക മുണിങ്ങി നിൽക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ അടുപ്പുണ്ടല്ലോ നിങ്ങൾ ഓല ആ നൃത്തത്തിൽ ആനങ്ങണ്ട, ചൂല് പോലും ഓല വലുപ്പത്തില ഇങ്ങനെ. പണ്ടൊക്കെ കുറ്റിച്ചൂലായി മുറ്റടിച്ചാരിയാലും ഒരു ഊര വളയലുണ്ടായിന്, അതുപോലും ഇപ്പോഴത്തെ കാലത്തില്ല. പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടാ ഊരവേദന? പിന്നെ ആകണ്ടായിന് നമുക്ക് കക്കൂസ് പോകുമ്പോഴാണ് ഒന്ന് മുട്ടുംകാല് ശരിക്കും വളയ. അതിപ്പോ യൂറോപ്പ് കയറി ഇങ്ങനെ കുത്തിരിക്കാണ്, ആടി മുട്ടുംകാല് വളയില്ല. അപ്പൊ വ്യായാമം ആവശ്യം വരുന്നത് ഇതൊക്കെ ഒന്നും ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോഴാണ്. അത് ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് നിസ്കാരം. നിസ്കാരത്തിൽ ഏത് അവയവം ഇളകാത്തത്? എല്ലാം ഇളകും. അതിനു പുറമെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല ശക്തി പകരുന്ന ഇബാദത്താണ് നിസ്കാരം. നമ്മളെ തലച്ചോറ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് ശരീരത്തെ നിയന്ത്രിക്കുക. നമുക്ക് അല്ലാഹു തആല 5 കഴിവ് എന്നിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പറയും. കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, രുചിച്ചറിവ്, മണത്തറിവ്. ഇതാണ് നമ്മളെ ശേഷി, ഈ 5 കഴിവുകൾ. ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് തലച്ചോറാ. തലച്ചോറിന് ആവശ്യത്തിന് രക്തം കിട്ടണം, അപ്പോഴാ ഇതിനൊക്കെ ശക്തി ഉണ്ടാകുക. ആ രക്തപ്പം ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് കയറ്റാണ്, ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് തള്ളി കയറ്റാണ്. ഇതിപ്പം നമ്മൾ മോട്ടർ വെച്ചായിരിയാണ് കിണറിൽ, അവിടുന്ന് പൊരന്റെ മുകൾക്ക് ഇങ്ങനെ തള്ളുകയാണിത്. കുറെ ആകുമ്പോൾ ഇതിനൊക്കെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പം വയസ്സാകുന്ന സമയത്ത് ആവശ്യത്തിന് രക്തം തലച്ചോറ്റിലേക്ക് വരാത്തോണ്ടാണ് ഈ ചലനത്തെ നിയന്ത്രിക്കുന്ന അവിടെ ഒന്നും ശരിക്ക് ഇന്ധനം കിട്ടണില്ല. അതിന് നിയന്ത്രണം പോയിട്ട് ആ വയസ്സന്മാരൊക്കെ സംഭാവന വരുമ്പോ ഇങ്ങനെ ആകില്ല കൈ. നിങ്ങൾ ആയിരിക്കുമ്പോ മൂപ്പരെ പിസ്ക് കണ്ടോന്ന്. പിസ്കല്ല, ഇത് കൺട്രോൾ ചെയ്യണേ ആ കണക്ഷൻ പോയതാ. അതുകൊണ്ടാണ് ഈ കൈ വറക്കണത്. കാല് നമ്മൾ വിചാരിച്ചമാതിരി എടുത്തേക്കാൻ കഴിയില്ല. സൂചി ഒന്ന് നൂലോത്ത ഇങ്ങനത്തെ പോവാ, ഇങ്ങനെ പോവാ അല്ലേ? എന്തുകൊണ്ടാ? ഇവിടുത്തെ നിയന്ത്രണം പോയത്. അപ്പൊ തലച്ചോറ്റിലേക്ക് നന്നായി ആവശ്യത്തിന് രക്തം കിട്ടിയാൽ കാഴ്ച നിലനിൽക്കും, കേൾവി നിലനിൽക്കും, നമ്മളെ ശക്തി നിലനിൽക്കും, ഒക്കെ നിലനിൽക്കും.
അതിനേറ്റവും നല്ല ഒരു വ്യായാമ മുറയാണ് നിസ്കാരം. ഇപ്പൊ റുക്കൂയിലേക്ക് നമ്മൾ വന്നാൽ തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ഹൃദയവും മസ്തിഷ്കവും ഒരേ വിധാനത്തിലാണ്. ഈ തോട്ടിലൂടെ വെള്ളം പോണമായിരിക്കും. ഹൃദയത്തിൽ നിന്ന് എളുപ്പത്തിലെടുക്ക് ചോര വരും, തലച്ചോറ്റിലേക്ക് ആവശ്യമുള്ള രക്തം വരും. ഇനി സുജൂദിൽക്കാട് പോയാലോ, മേലെ സ്ഥാപിച്ച വാട്ടർ ടാങ്കും താഴെ ഫിറ്റ് ചെയ്ത വാട്ടർ ടാപ്പും പോലെയാണ് തലയും ഹൃദയം വരിക. ഹൃദയം മേലെ, തല അടിയിൽ. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ചോര കുത്തി ഒഴുകുകയാണ് അങ്ങോട്ട് തലച്ചോറ്റിലേക്ക്. നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി, കായിക ശക്തി ഇതൊക്കെ കിട്ടും. അതിനെന്തു വേണം? കുറച്ച് സമയം അടങ്ങി താമസിച്ച് സുജൂദും റുക്കുവൊക്കെ ചെയ്യണം. ഫർളുസ്കാരത്തിന് വരുമ്പോ ഇമാമിന് ഇവിടെ വേറെ നിർദ്ദേശം ഇമാമിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ? 3 സുബ്ഹാന റബ്ബിയൽ അളീമീൻ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിയെ ചെല്ലാൻ പാടുള്ള സുജൂദുൽ റുക്കുൽ. അതിന്റെ അപ്പുറം നീട്ടിയാൽ പ്രശ്ന. കാരണം പിന്നിലുള്ള ആളുകളെ പരിഗണിക്കണമല്ലോ. ചില ആൾക്കാർ ആ 3 തന്നെ പിടിച്ചിക്കാൻ കഴിയാത്തവരുണ്ട്. അത്തയ്യാത്തിലൊക്കെ കൂടകണി വെച്ച മാതിരിയാ പലരും ഇരിക്കുന്നത്. അതൊക്കെ അവിടെ നീട്ടിയാലുണ്ടല്ലോ വിവരായിട്ടറിയും. അപ്പം ഇമാമിനൊരു നിർദ്ദേശമുണ്ട്, നിങ്ങൾ ഈ അത്യാവശ്യമുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ നീട്ടലെന്താ നിങ്ങൾ നീട്ടാത്ത ചോദിച്ചാൽ മറുപടി അപ്പം പറഞ്ഞത്, അത് ചെയ്യേണ്ടത് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ്. സ്വന്തമായിട്ട് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിൽ, പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരത്തിൽ ചൊല്ലാനുള്ളൊക്കെ അത് ചെല്ലന്നെ. സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദി റുക്കൂൽ ഒരു 11 വട്ടം ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ, അത് ചൊല്ല. അതിന്റെ പുറമെ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅളമി വമസ്തഖല്ലതു ബിഹി ഖദമി. ഇതൊക്കെ ഹദീസിൽ വന്ന ദുആയാണ് റുക്കൂൽ ചൊല്ലാൻ. അതൊക്കെ ചൊല്ല. ഇത്തിദാലിൽ സാധാരണ ചൊല്ലുന്നതിന്റെ പുറമെ അഹ്ലസ് സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു കുല്ലുനാ ലക അബീദ് ലാ മാനിയ ലിമാ അത്തൈത വലാ മുഅത്തി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫൗദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് ഇത്തിദാലിൽ സുന്നത്ത. സുജൂദില് എല്ലാ ദുആയും നടത്താം. അറബിയിലാകണമെന്നേ ഉള്ളൂ. അള്ളാഹുവായിട്ട് നമ്മൾ ഏറ്റവും അടുക്കണ സമയം അവിടെയാണ്. അവിടുന്ന് അങ്ങോട്ട് പറയാൻ നമ്മളെ സങ്കടങ്ങളൊക്കെ. അത് എത്ര വർദ്ധിപ്പിക്കുന്നോ അത്രയും നല്ലതാ. അപ്പൊ തഹജ്ജുദ് നിസ്കാരമൊക്കെ ഒന്ന് നീട്ടിയായിട്ട് നിർവഹിച്ചാൽ നമ്മളെ ആരോഗ്യത്തിന് പിന്നെ നിങ്ങൾ മണ്ടാൻ പോണ്ട, നടക്കാൻ പോണ്ട, ഈ നിസ്കാരം തന്നെ മതി. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യണ എങ്ങനെ? നബിതങ്ങൾ പറഞ്ഞു, കോയൊത്തണായിരിക്കും നിസ്കരിക്കരുത് കേട്ടോന്ന്. കോയൊത്തണ മാതിരി ഇങ്ങനല്ലേ, കോയൊത്തിന് ഇങ്ങനെ കളിച്ചു എന്ന കാര്യം. നമ്മളിങ്ങനെ ഒരു സുജൂദിൽക്കാട് പോകുമ്പോൾ ഹാർട്ടിൽ നിന്ന് രക്തം കെട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് ഓങ്ങണേളും. അപ്പോഴേക്ക് നമ്മൾ നീച്ചി. അതുകൊണ്ട് ഇതിന്റെ ഫലം കിട്ടാതെ പോവാണ്. അപ്പൊ ഏറ്റവും നല്ല വ്യായാമം ഈ നിസ്കാരമാണ്.